തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഒരു പുണ്യമായിട്ട് കരുതുന്നു. അതിന് ഇടവരുത്തി തന്ന വടക്കും നാഥനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമഃശിവായ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു, പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ്. ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസഡർ അല്ല, ഗുഡ് വിൽ അംബാസഡറായിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ട വേഷമാണ്. അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം. നന്ദി സാർ, നന്ദി, താങ്ക് യു വെരി മച്ച്. മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങൾ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ പൊലിഞ്ഞ അമ്പിളി അരവിന്ദൻ്റെ പേരിലാണ് പിന്നീട് 1ാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ മകൾ പൊന്നമ്പിളി സ്കൂൾ കലോത്സവങ്ങളിൽ പ്രതിഭയായി. പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യർ, നവ്യ നായർ, യദു കൃഷ്ണൻ, ശരത് ദാസ് ഒക്കെ തന്നെ കലോത്സവ വേദിയുടെ സംഭാവനകളാണ്. നമ്മുടെ ഗായികയായ KS ചിത്ര, ഗായകൻ G വേണുഗോപാലുമൊക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ്. അന്നൊക്കെ കലാതിലകങ്ങളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികൾ പുതിയ പ്രതിഭകളെ തേടിയെത്തുന്നുണ്ട്. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്കൂളുകൾ ഇപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുള്ള BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ്. ഇവർ തുടർച്ചയായ 13ാം തവണയും കലോത്സവത്തിൽ ഒന്നാമതെത്തുന്നു. ഗുരുകുലം സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള, കഴിഞ്ഞ വർഷം കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് 50 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ ഹോപ്പ് എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്, അല്ലേ?